Hello students, welcome back to Plus One Economics Online Classroom. Previous ക്ലാസ്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻഡെക്സ് നമ്പേഴ്സ് സൂചകാംഗങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് ഇൻഡെക്സ് നമ്പേഴ്സ്, അതുപോലെ എന്തൊക്കെയാണ് അതിൻ്റെ ഉപയോഗങ്ങൾ, വാട്ട് ആർ ദി യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്, ദെൻ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്, സൂചകാംഗങ്ങളുടെ നിർമ്മിതി, ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്, സൂചകാംഗങ്ങളുടെ നിർമ്മിതി എന്ന ടോപ്പിക്കിൽ ദർ ആർ 2 മെത്തേഡ്സ് ഓഫ് കൺസ്ട്രക്റ്റിംഗ് ഇൻഡെക്സ് നമ്പേഴ്സ്. സൂചകാംഗങ്ങൾ നിർമ്മിക്കുന്നതിന് പ്രധാനമായിട്ടും 2 മെത്തേഡുകളാണ് അല്ലെങ്കിൽ 2 രീതികളാണ് ഉള്ളത്. അതിൽ തന്നെ ഒന്നാമത്തെ മെത്തേഡ് ഏതായിരുന്നു? അഗ്രഗേറ്റീവ് മെത്തേഡ്. അതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ തന്നെ 2 മെത്തേഡുകൾ പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് ആയിട്ടുള്ള സിമ്പിൾ അഗ്രഗേറ്റീവ് മെത്തേഡ് പ്രീവിയസ് ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തു, എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഇക്വേഷൻ പഠിച്ചു, അതുപോലെ ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലംസും നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ചു. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ മെത്തേഡായിട്ടുള്ള അഗ്രഗേറ്റീവ് മെത്തേഡിലെ 2ാമത്തെ ഒരു സബ് ആയിട്ട് വരുന്ന മെത്തേഡ് ഏതായിരുന്നു? വെയ്റ്റഡ് അഗ്രഗേറ്റീവ് മെത്തേഡ് ഓർ വെയ്റ്റഡ് അഗ്രഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ്. ഞാൻ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ആ മെത്തേഡ് എന്ന വാക്ക് മാറ്റിയിട്ട് അവിടെ പ്രൈസ് ഇൻഡെക്സ് കൊടുത്താൽ ആ ഒരു മെത്തേഡിൻ്റെ മറ്റൊരു പേരായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഓർത്തു വെക്കണം, 2ാമത്തെ മെത്തേഡാണ് വെയ്റ്റഡ് അഗ്രഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് ഓർ വെയ്റ്റഡ് അഗ്രഗേറ്റീവ് മെത്തേഡ്. ഓക്കെ, ഇത് പ്രധാനമായിട്ടും 2 എണ്ണമാണ് ഉള്ളത്. ഓക്കെ ആണല്ലോ, ഈ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെയ്റ്റഡ് അഗ്രഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് ഇത് 2 തരമുണ്ട്. ഈ ഒരു പ്രൈസ് ഇൻഡെക്സിൽ കീഴിൽ 2 പ്രൈസ് ഇൻഡെക്സുകൾ അല്ലെങ്കിൽ മെത്തേഡുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ 2 മെത്തേഡുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ഈ ചാപ്റ്ററിൽ നിന്നും ഷുവറായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മനസ്സിലാക്കണം. ഓക്കെ, വെയ്റ്റഡ് അഗ്രഗേറ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ വെയ്റ്റഡ് അഗ്രഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് 2 തരമുണ്ട്. ഫസ്റ്റ് വൺ ലാസ്പിയേഴ്സ് മെത്തേഡ്, ലാസ്പിയറുടെ രീതി. ലാസ്പിയർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേരാണ്. ഓക്കെ, അദ്ദേഹം ഇത് ഇൻവെന്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ മെത്തേഡ് അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്. ലാസ്പിയേഴ്സ് മെത്തേഡ്, ലാസ്പിയറുടെ രീതി. സെക്കൻഡ് പാഷേസ് മെത്തേഡ്, പാഷയുടെ രീതി. ശ്രദ്ധിക്കണം, ഇവിടെ സ്പെല്ലിംഗ് കൃത്യമായിട്ട് നോക്കണം. ഇത് പാഷേ എന്നാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. ഓക്കെ, പാഷേസ് മെത്തേഡ് അല്ലെങ്കിൽ പാഷയുടെ രീതി. ഓക്കെ, ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ഇത് ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലം എക്സാമിന് എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒന്നാമത്തെ രീതി അല്ലെങ്കിൽ ഒന്നാമത്തെ മെത്തേഡ് ഏതായിരുന്നു? ലാസ്പിയേഴ്സ് മെത്തേഡ് അല്ലെങ്കിൽ ലാസ്പിയറുടെ രീതി. ഓക്കെ, ഇവിടെ അതിൻ്റെ ഇക്വേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻ നിങ്ങൾക്ക് കാണാം. P01 എന്താണ്? P01 എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചു, പ്രൈസ് ഇൻഡെക്സ് അല്ലെങ്കിൽ വില സൂചികയാണ് P01 എന്ന് പറഞ്ഞാൽ. ഈക്വൽ ടു സിഗ്മ P1 ഇൻറ്റു Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 ഇൻറ്റു Q0 ഇൻറ്റു 100. ഓക്കെ, ഇവിടെ ഒരു മാറ്റം വന്നിട്ടുണ്ടല്ലേ? ഒരു മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ് പഠിച്ചു. എന്തായിരുന്നു? P01 ഈക്വൽ ടു സിഗ്മ P1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100 ആയിരുന്നു. എന്നാൽ ഇവിടെ ഒരു മാറ്റം വന്നു അല്ലേ? Q എന്നൊരു കാര്യം വന്നു, Q0 അല്ലേ? എന്താണ് Q എന്ന് പറഞ്ഞാൽ? ക്വാണ്ടിറ്റി എന്നാണ്, അല്ലെങ്കിൽ അളവ്. ക്വാണ്ടിറ്റിയെ കാണിക്കുന്നതാണ് Q എന്ന് പറഞ്ഞാൽ. ഇവിടെയും Q0 അതുപോലെ Q1 ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ? ഈ ഇക്വേഷനിൽ എന്താണ് Q0? എന്താണ് Q0? അടിസ്ഥാന വർഷത്തെ ഉൽപ്പന്നത്തിൻ്റെ അളവാണ്. എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി ഓഫ് എ പ്രൊഡക്റ്റ് ഇൻ ബേസ് ഇയർ അല്ലെങ്കിൽ ബേസ് ഇയർ ക്വാണ്ടിറ്റി ഓഫ് എ പ്രൊഡക്റ്റ്. ഒരു ഉൽപ്പന്നത്തിൻ്റെ അടിസ്ഥാന വർഷത്തെ അളവ്. നോക്കിയാണല്ലോ, അപ്പോൾ Q0 എന്ന് പറഞ്ഞാൽ എന്താണ്? അടിസ്ഥാന വർഷത്തെ ഉൽപ്പന്നത്തിൻ്റെ അളവ്, ബേസ് ഇയർ ക്വാണ്ടിറ്റി ഓഫ് എ പ്രൊഡക്റ്റ് അല്ലേ? 0 എന്നതുകൊണ്ട് എന്തോ ഉദ്ദേശിക്കുന്നത്? ബേസ് ഇയർ അല്ലെങ്കിൽ അടിസ്ഥാന വർഷമാണ്. ഇവിടെ Q എന്ന് പറഞ്ഞാലോ
ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ അടിസ്ഥാന വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അല്ലെ പ്രീവിയസ് പീരിയഡ് അല്ലെങ്കിൽ ബേസ് ഇയറിലെ ക്വാണ്ടിറ്റി, ഒരു പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റിയാണ് Q0 കൊണ്ട് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. അവസാനം നിങ്ങൾക്ക് കാണാം ഇൻറ്റു 100. എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡെക്സ് നമ്പർ അത് എക്സ്പ്രസ് ചെയ്യുന്ന എപ്പോഴും യൂണിറ്റ് ഏതായിരിക്കും? പെർസെൻറ്റേജിലായിരിക്കും പറയുക അല്ലേ? യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ്. സാധാരണയായിട്ട് സൂചകാംഗങ്ങൾ ശതമാനത്തിലാണ് പറയാറ്. അപ്പോൾ ഇക്വേഷൻ മറന്നു പോകരുത്, ഓർത്തു വയ്ക്കുക. P01 ഈക്വൽ ടു സിഗ്മ P1 ഇൻറ്റു Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 ഇൻറ്റു Q0 ഇൻറ്റു 100. ഓക്കെ ആണല്ലോ? ഈ രീതിയിൽ അടിസ്ഥാന വർഷത്തെ ഉൽപ്പന്നത്തിൻ്റെ അളവുകളാണ് വെയിറ്റായി പരിഗണിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ ദിസ് മെത്തേഡ് യൂസസ് ദ ബേസ് ഇയർ ക്വാണ്ടിറ്റീസ് ആസ് വെയിറ്റ്. അതായത് ഇവിടെ രീതിയുടെ പേരെന്താ? വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് ആണ്. വെയിറ്റ് ആണ് നമ്മൾ എടുക്കുന്നത് എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി ആണ് ഇവിടെ പരിഗണിക്കുന്നത്. ക്വാണ്ടിറ്റി, വെയിറ്റ്. ഇവിടെ വെയിറ്റ് ആയിട്ട് എടുക്കുന്നത്, അതായത് ലാസ്റ്റ് ഇയറുടെ മെത്തേഡ് അനുസരിച്ച് ഇവിടെ വെയിറ്റ് ആയിട്ട് പരിഗണിക്കുന്നത് ഏത് വർഷത്തെ അളവാണ്? ബേസ് ഇയർ ക്വാണ്ടിറ്റി ആണ് അല്ലേ? അടിസ്ഥാന വർഷത്തെ ഉൽപ്പന്നത്തിന്റെ അളവാണ് വെയിറ്റ് ആയിട്ട് പരിഗണിക്കുന്നത്. ദാറ്റ് മീൻസ് ഇൻ ദിസ് മെത്തേഡ് uses the base year quantities as weight. ഓക്കെ ആണല്ലോ? അപ്പോൾ അടിസ്ഥാന വർഷത്തെ അളവാണ് ഇവിടെ വെയിറ്റ് ആയിട്ട് പരിഗണിക്കുന്നത്. പോയിന്റ് ഓർത്ത് വയ്ക്കുക. വളരെ സിമ്പിൾ പോയിന്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ പോയിന്റ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോയിന്റ് ആയിട്ട് തന്നെ പഠിക്കണം. അതുപോലെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇയറുടെ വില സൂചിക എന്ന പേരിലും ഇതറിയപ്പെടുന്നു. ഓർത്ത് വയ്ക്കണം. ദിസ് മെത്തേഡ് ഈസ് ഓൾസോ കോൾഡ് or also known as last year's price index. നമുക്കറിയാം അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ക്ലാസ്സിൽ മെത്തേഡ് എന്നുള്ള ഭാഗത്ത് അതിന് പകരമായിട്ട് പ്രൈസ് ഇൻഡെക്സ് എന്ന് കൊടുത്താൽ എന്തായി? മറ്റൊരു പേരായിട്ട് മാറി അല്ലേ? അപ്പോൾ എങ്ങനെ പറയാം? ലാസ്റ്റ് ഇയേഴ്സ് മെത്തേഡ് മറ്റൊരു പേരാണ് ലാസ്റ്റ് ഇയേഴ്സ് പ്രൈസ് ഇൻഡെക്സ്. മലയാളത്തിൽ എങ്ങനെ പറയാം? ലാസ്റ്റ് ഇയറുടെ രീതി അല്ലെങ്കിൽ ലാസ്റ്റ് ഇയറുടെ വില സൂചിക എന്നും അറിയപ്പെടുന്നു. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇക്വേഷൻ മറക്കാതെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ നേരത്തെ പഠിച്ച അതേ ഇക്വേഷൻ തന്നെയാണ്. എന്നാൽ അതിൻ്റെ കൂടെ രണ്ടാൾ വന്നു അല്ലേ? താഴെ മുകളിലും. ആരാണ്? Q0 അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ P1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100 ആണ്. ഇവിടെ സിഗ്മ P1ൻ്റെ കൂടെയും സിഗ്മ P0യുടെ കൂടെയും ആര് വന്നു? Q0 വന്നു താഴെ മുകളിലും. എന്താണ് Q0 എന്ന് പറഞ്ഞാൽ? അടിസ്ഥാന വർഷത്തെ ഉൽപ്പന്നത്തിൻ്റെ അളവ്, ബേസ് ഇയർ ക്വാണ്ടിറ്റി ഓഫ് എ പ്രൊഡക്റ്റ്. നമ്മൾ പറഞ്ഞു അതിനെയാണ് ഇവിടെ വെയിറ്റ് ആയിട്ട് പരിഗണിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ ആണല്ലോ? ഇവിടെ ഉൽപ്പന്നങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? കൊമോഡിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താഴെ അടുത്ത കോളത്തിൽ എന്താ കൊടുത്തിട്ടുള്ളത്? വില 2 വർഷത്തെ വില കൊടുത്തിട്ടുണ്ട് അല്ലേ? 2 വർഷങ്ങളിലെ വില കൊടുത്തിട്ടുണ്ട്. 2012, 2020. അതുപോലെ അളവ് കൊടുത്തിട്ടുണ്ട്. അളവ് 2 വർഷം കൊടുത്തിട്ടുണ്ട്. 2012, 2020. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? ഇതിൽ ഏതൊക്കെയാണ് P0? വിലയുടെ കോളത്തിൽ ഏതാണ് P0, ഏതാണ് P1 എന്ന് കണ്ടുപിടിക്കണം. അതുപോലെ അളവ്, ക്വാണ്ടിറ്റി അല്ലേ? അതിൽ ഏതാണ് Q0, ഏതാണ് Q1 എന്ന് കണ്ടുപിടിക്കണം. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഇക്വേഷനിൽ Q1 ഇല്ലല്ലോ. Q1 എന്ന് പറഞ്ഞാൽ എന്താ? നടപ്പ് വർഷത്തെ അല്ലെങ്കിൽ കറന്റ് ഇയറിലെ ക്വാണ്ടിറ്റി ആണ്. ഇവിടെ ഇക്വേഷനിൽ Q1 വന്നിട്ടില്ലല്ലോ. വന്നിട്ടില്ല. നമുക്ക് ആവശ്യമുള്ളത് ഏതാ? Q0 മാത്രമാണ്. നിങ്ങൾ അത് മാത്രം എടുത്താൽ മതി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്യുക? ഇതൊന്ന് കണ്ടുപിടിക്കുക. അല്ലാത്തത് അവിടെ നിന്നോട്ടെ. ഓക്കെ, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഏതാണ് P0, ഏതാണ് P1, ഏതാണ് Q0, ഏതാണ് Q1. പക്ഷെ എക്സാമിന് ഒരു കാരണവശാലും അങ്ങനെ തരില്ല. വർഷം മാത്രമേ തരുള്ളൂ. എന്നിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കണം. ഏതാണ് അടിസ്ഥാന വർഷം, ഏതാണ് നടപ്പ് വർഷം എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് വിലയുടെ കോൾ എടുക്കാം. 2012 അതാണ് അടിസ്ഥാന വർഷത്തെ വില അല്ലേ? P0. 2020 പുതിയ വർഷം, അതാണ് P1. അളവിൻ്റെ കോളം നോക്കിക്കേ, അതിൽ ഏറ്റവും പഴയ വർഷം ഏതാ? 2012. അതുകൊണ്ട് അതാണ് അടിസ്ഥാന വർഷത്തെ അളവ്.
ബേസ് ഇയറിലെ ക്വാണ്ടിറ്റി. 2020 പുതിയ വർഷമാണ്, അത് നടപ്പ് വർഷത്തെ ക്വാണ്ടിറ്റിയാണ് അല്ലെ, നടപ്പ് വർഷത്തെ അളവാണ്, സാധനത്തിന്റെ അളവ്, അല്ലെങ്കിൽ കറന്റ് ഇയർ ക്വാണ്ടിറ്റി ഓഫ് എ പ്രൊഡക്റ്റ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, നമുക്ക് ഇക്വേഷനിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ, സിഗ്മ P1 ഇൻറ്റു Q0 വേണം, അതുപോലെ സിഗ്മ P0 ഇൻറ്റു Q0 വേണം, വേണ്ടേ? അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ, ഇവിടെ P1നെ, അടുത്ത കോളം കണ്ടല്ലോ, അടുത്ത കോളത്തിന്റെ പേരെന്താ, P1 ഇൻറ്റു Q0. ഓരോ P1നെയും അതിന് നേരെയുള്ള Q0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഗുണിക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഉത്തരം അവിടെ കണ്ടുപിടിക്കുക. അതായത് ഒന്നാമത്തെ ഉൽപ്പന്നം എ നോക്കിക്കേ, P0 എത്രയാ, സോറി P1 എത്രയാ, 4 ആണ്. Q0 എത്രയാ, 10 ആണ്. 4 ഇൻറ്റു 10 എത്രയാ, 40 ആണ്. അതുപോലെ അടുത്ത ഉൽപ്പന്നം ബി നോക്കിക്കേ, P1 എത്രയാ, 6 ആണ്. Q0 എത്രയാ, 12 ആണ്. 6 ഇൻറ്റു 12 72. അങ്ങനെ നിങ്ങൾ ഓരോന്ന് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഓക്കെ ആണല്ലോ, ഓരോന്ന് എന്ത് ചെയ്യുക, ഇങ്ങനെ കണ്ടുപിടിക്കുക. ഇവിടെ 4 ഉൽപ്പന്നങ്ങൾ ഉണ്ടല്ലേ, ABCD. അതിനുശേഷം നിങ്ങൾ അത് കഴിഞ്ഞാൽ പിന്നെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, അടുത്ത വേണ്ട കാര്യം എന്താ, P0 ഇൻറ്റു Q0 അല്ലെ, ഇക്വേഷന്റെ താഴെ എന്താണ്, P0 ഇൻറ്റു Q0. ഓരോ P0യും അതിന് നേരെയുള്ള, അതായത് Q0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 10 20 ആണ്. 5 ഇൻറ്റു 12 60 ആണ്. അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യുക, ഗുണിച്ചിട്ട് ആ 2 കോളങ്ങളും ഫില്ല് ചെയ്യുക. അതിൽ നിർത്താൻ പറ്റുമോ, ഇല്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, P1 ഇൻറ്റു Q0 എന്ന കോളത്തിന്റെ ടോട്ടൽ കണ്ടുപിടിക്കുക, ആകെ തുക, സം കണ്ടുപിടിക്കുക. സമ്മിനെ പറയുന്ന പേരെന്താ, സ്റ്റാറ്റിയില് സിഗ്മ, ചിഹ്നം നമ്മൾ പഠിച്ചിരുന്നു അല്ലെ, സിഗ്മ, SIGMA, സിഗ്മ എന്ന് പറയും. ആ കോളം P1 ഇൻറ്റു Q0 എന്ന കോളം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സിഗ്മ P1 ഇൻറ്റു Q0 കൂട്ടി നോക്കിയാൽ എത്ര കിട്ടും, 257 എന്ന് കിട്ടും. അതുപോലെ സെയിം പ്രൊസീജിയർ P0 ഇൻറ്റു Q0 എന്ന കോളത്തിന്റെ സമ്മ് അല്ലെങ്കിൽ ആകെ തുക കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും, സിഗ്മ P0 ഇൻറ്റു Q0. സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താ, ആകെ തുക എന്നാണ്. ഓക്കെ, സിഗ്മ P0 ഇൻറ്റു Q0 ഈക്വൽ ടു എത്ര കിട്ടും, 190. ഞാനിവിടെ കൊടുത്ത പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്ത് അവിടെ എഴുതി വെക്കണം താഴെ കേട്ടോ, ടോട്ടൽ വരച്ചിട്ട്. അപ്പോൾ നമുക്ക് 2 കാര്യങ്ങളും കിട്ടി. ഇനി നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. എന്തായിരുന്നു ഇക്വേഷൻ, P01 ഈക്വൽ ടു സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു 100 അല്ലേ. കൊടുത്തോളൂ, സിഗ്മ P1 Q0 എത്രയാ, 257 ആണ്. സിഗ്മ P0 Q0 എത്രയാ, 190 ആണ്. അതിനെ 100 കൊണ്ട് ഗുണിക്കുക. ആദ്യം 257നെ 190 കൊണ്ട് ഡിവൈഡ് ചെയ്ത ശേഷം 100 കൊണ്ട് ഗുണിക്കുക. എത്ര കിട്ടും, 135.26 ആണ് ഉത്തരം കിട്ടുക. 135.26. നമ്മുടെ റിസൾട്ട് എന്തായിരിക്കും, ഇവിടെ ശതമാനത്തിലാണ് ഇൻഡെക്സ് നമ്പർ പറയുക. കിട്ടിയ ഉത്തരം 100നേക്കാൾ കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. എത്ര വർധനവ് ഉണ്ടായിട്ടുണ്ട് അല്ലേ, അത് നമ്മൾ എങ്ങനെ പറയാ, പഠിച്ചിട്ടുണ്ടായിരുന്നു. എത്ര അധികം ഉണ്ടായിട്ടുണ്ട്, ഇവിടെ 135.26, 100മായിട്ടുള്ള വ്യത്യാസം എത്രയാ, 35.26% വർധനവ് ഉണ്ടായി. എന്ന് വെച്ചാൽ ഉൽപ്പന്നങ്ങളുടെ വിലയിൽ 35.26% വർധനവുണ്ടായി. ദ പ്രൈസ് ഇസ് സെറ്റ് ടു ഹാവ് റൈസൺ ബൈ 35.26%. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 100നേക്കാൾ കൂടുതലാണ് ഉത്തരം കിട്ടുന്നതെങ്കിൽ വില വർദ്ധിച്ചു എന്നാണ്. എത്ര വർദ്ധിച്ചു എന്ന് എഴുതി വെക്കുക, പെർസെൻറ്റേജ്. 100നേക്കാൾ കുറവാണ് ഉത്തരം കിട്ടിയതെങ്കിൽ വില കുറഞ്ഞു എന്നാണ് അർത്ഥം. എന്നിട്ട് എത്രയാണ് 100ൽ നിന്നുള്ള കുറവ് എന്ന് പെർസെൻറ്റേജ് ആയിട്ട് എഴുതി വെക്കുക. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ അടുത്തൊരു ചോദ്യം ചെയ്തു നോക്കാം അല്ലെ. അടുത്തൊരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഉൽപ്പന്നങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വിലയാണ് രണ്ടാമത്തെ കോളം, മൂന്നാമത്തെ കോളം ക്വാണ്ടിറ്റി, അളവാണ്. ഓക്കെ ആണല്ലോ, കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാം. സെയിം പാറ്റേൺ തന്നെയാണ്. ആദ്യം എന്ത് ചെയ്യണം, ഇവിടെ ഏതാണ് P0 ഏതാണ് P1 എന്ന് കണ്ടുപിടിക്കുക. അതുപോലെ ഏതാണ് Q0 ഏതാണ് Q1 എന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് അടുത്ത കോളം എന്താ, അവസാനത്തെ 2 കോളമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് അല്ലേ. P1 ഇൻറ്റു Q0 ദെൻ P0 ഇൻറ്റു Q0. P1 Q0 എന്ന കോളത്തിൽ
ഓരോ P1നെയും നേരെയുള്ള Q0 കൊണ്ട് ഗുണിച്ചിട്ട് എഴുതി വെക്കുക. അതേപോലെ ഓരോ P0യും അതിന് നേരെയുള്ള Q0 കൊണ്ട് ഗുണിച്ചിട്ട് എഴുതി വെക്കുക. ഓക്കെ, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട കാര്യം എന്താ? ഈ ഓരോ കോളങ്ങളുടെയും ടോട്ടൽ കണ്ടുപിടിക്കുക. P1 Q0യുടെ ടോട്ടൽ കണ്ടുപിടിക്കുക, P0 Q0യുടെ ടോട്ടൽ കണ്ടുപിടിക്കുക. എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാനിവിടെ സ്ക്രോൾ ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. കിട്ടുന്ന ഉത്തരം എത്രയാ? 125 എന്നാണ് അല്ലെ? 125 എന്നാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? യെസ്, 100നേക്കാൾ കൂടുതലാണ് 125. എന്ന് വെച്ചാൽ ഉൽപ്പന്നങ്ങളുടെ വിലയിൽ 25% വർധനവുണ്ടായി അല്ലേ? എന്ന് വെച്ചാൽ ദ പ്രൈസ് ഈസ് സെറ്റ് ടു ഹാവ് റൈസൺ ബൈ 25%. ഉൽപ്പന്നങ്ങളുടെ വിലയിൽ 25% വർധനവ് ഉണ്ടായി. ഓക്കെ, ഇത്രയാണ് ലാസ്പിയറുടെ മെത്തേഡ് അല്ലെങ്കിൽ ലാസ്പിയറുടെ രീതി അല്ലെങ്കിൽ ലാസ്പിയേഴ്സ് പ്രൈസ് ഇൻഡെക്സിൽ പറയാനുള്ളത്. രണ്ടാമത്തെ മെത്തേഡ് ഏതായിരുന്നു? പാഷയുടെ രീതി. ഓക്കെ, പാഷയുടെ രീതി, പാഷേഴ്സ് മെത്തേഡ്. ഓക്കെ, ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പഠിച്ച ഇക്വേഷൻ പോലെ തന്നെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിച്ചോളൂ. P01 ഈക്വൽ ടു സിഗ്മ P1 ഇൻറ്റു Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 ഇൻറ്റു Q1 ഇൻറ്റു 100. എന്താ വ്യത്യാസം വന്നേ? ലാസ്പിയറുടെ മെത്തേഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താ വ്യത്യാസം വന്നേ? ഒരൊറ്റ വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ അല്ലേ? ലാസ്പിയറുടെ മെത്തേഡിൽ അവിടെ വെയിറ്റ് ആയിട്ട് പരിഗണിച്ചിരുന്നത് അടിസ്ഥാന വർഷത്തെ അളവായിരുന്നു, അല്ലെങ്കിൽ Q0 ആയിരുന്നു, ബേസ് ഇയറിലെ ക്വാണ്ടിറ്റി ആയിരുന്നു. എന്നാൽ ഇവിടെയോ കറന്റ് ഇയറിലെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നടപ്പ് വർഷത്തെ സാധനത്തിന്റെ അളവാണ് വെയിറ്റ് ആയിട്ട് പരിഗണിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ Q1 ആണ് എടുക്കുന്നത്. ഓക്കെ ആണല്ലോ? വ്യത്യാസം ഓക്കെ ആണല്ലോ? അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. താഴെ മുകളിലും Q0 ആണെങ്കിൽ അത് ലാസ്പിയറുടെ രീതിയാണ്. എന്നാൽ താഴെ മുകളിലും Q1 ആണെങ്കിലോ അടിസ്ഥാന വർഷത്തെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കറന്റ് ഇയർ ക്വാണ്ടിറ്റി ആണെങ്കിലോ പാഷേഴ്സ് മെത്തേഡ് അല്ലെങ്കിൽ പാഷയുടെ രീതിയാണ്. ഓക്കെ, ഇവിടെ Q1 എന്താണ് ഉദ്ദേശിക്കുന്നത്? നടപ്പ് വർഷത്തെ ഉൽപ്പന്നത്തിന്റെ അളവാണ്. കറന്റ് ഇയർ ക്വാണ്ടിറ്റി ഓഫ് എ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, നേരത്തെ പഠിച്ച അതേപോലെ തന്നെ 2 പോയിന്റുകൾ താഴെ കൊടുക്കുന്നു. ഈ രീതിയിൽ നടപ്പ് വർഷത്തെ ഉൽപ്പന്നത്തിന്റെ അളവുകളാണ് വെയിറ്റ് ആയി പരിഗണിക്കുന്നത്. ഇൻ ദിസ് മെത്തേഡ് യൂസസ് കറന്റ് ഇയർ ക്വാണ്ടിറ്റീസ് ആസ് വെയിറ്റ്. നടപ്പ് വർഷത്തെ അളവാണ് വെയിറ്റ് ആയിട്ട് പരിഗണിക്കുന്നത് അല്ലെ? വെയിറ്റഡ് അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് ആണ്. എവിടെ വെയിറ്റിനെ നമ്മൾ പരിഗണിക്കുന്നത് ഏത് വർഷത്തെ അളവാണ്? നടപ്പ് വർഷത്തെ അളവ് അല്ലെങ്കിൽ കറന്റ് ഇയർ ക്വാണ്ടിറ്റി, ഇതാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താ? പാഷയുടെ വില സൂചിക എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. അതായത് പാഷേഴ്സ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് പാഷേഴ്സ് പ്രൈസ് ഇൻഡെക്സ്. പാഷയുടെ രീതി മറ്റൊരു പേരിൽ കൂടെ അറിയപ്പെടുന്നു. എന്താണ്? പാഷയുടെ വില സൂചിക എന്ന പേരിലും അറിയപ്പെടുന്നു. ആ മെത്തേഡ് അല്ലെങ്കിൽ രീതി എന്നുള്ള ഭാഗത്ത് വില സൂചിക അല്ലെങ്കിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് കൊടുത്താൽ അതിന്റെ മറ്റൊരു പേരായിട്ട് മാറുമെന്ന് ഞാൻ ത്രൂ ഔട്ട് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ? ആ രീതിയിൽ ആലോചിച്ച് വെക്കുക. ഇനി നമുക്ക് പാഷയുടെ പ്രൈസ് ഇൻഡെക്സ് കണ്ടുപിടിക്കാം, പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓക്കെ, നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ആ കോളങ്ങൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? ഉൽപ്പന്നങ്ങളാണ് ഫസ്റ്റ് കോളത്തിൽ അല്ലെങ്കിൽ കൊമോഡിറ്റീസ് ABCD ആണ്. രണ്ടാമത്തെ കോളം വില, 2 വർഷങ്ങളുടെ വില കൊടുത്തിട്ടുണ്ട്, 2013, 2018. മൂന്നാമത്തെ കോളം അളവാണ്, 2 വർഷം കൊടുത്തിട്ടുണ്ട്, 2013, 2018 ആണല്ലോ. ഇനി നിങ്ങൾ ചെയ്യേണ്ട അടുത്ത കാര്യം എന്താ? വിലയുടെ കോളം എടുക്കുക, എന്നിട്ട് അതിൽ ഏതാണ് P0 ഏതാണ് P1 എന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം അളവ് ക്വാണ്ടിറ്റിയുടെ കോളം എടുക്കുക, എന്നിട്ട് അതിൽ ഏതാണ് Q0 ഏതാണ് Q1 എന്ന് കണ്ടുപിടിക്കുക ആണല്ലോ. അതാണ് നിങ്ങൾ ചെയ്യേണ്ട അടുത്ത കാര്യം. ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന്, പക്ഷെ എക്സാമിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും ഡയറക്റ്റ് ആയിട്ട് തരില്ല, നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് കണ്ടുപിടിച്ച ശേഷം, അതായത് വില എടുക്കും, വിലയിൽ ഏറ്റവും പഴയ വർഷം ഏതാ? 2013. അതാണ് ബേസ് ഇയർ അല്ലെങ്കിൽ അടിസ്ഥാന വർഷം, ദാറ്റ് ഈസ് P0. ഏറ്റവും പുതിയ വർഷം ഏതാ?
2018. അതാണ് നടപ്പ് വർഷം അല്ലെങ്കിൽ കറന്റ് ഇയർ, ദാറ്റ് ഈസ് P1. അളവിൻ്റെ കോളം എടുത്ത് ഏറ്റവും പഴയ വർഷം ഏതാ? 2013 എന്ന് വെച്ചാൽ അതാണ് ബേസ് ഇയർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അടിസ്ഥാന വർഷത്തെ അളവ്, ദാറ്റ് ഈസ് Q0. പുതിയ വർഷം ഏതാ? 2018 അല്ലേ? അതാണ് കറന്റ് ഇയർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നടപ്പ് വർഷത്തെ അളവ്, ദാറ്റ് ഈസ് Q1. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? ഇക്വേഷനിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? യെസ്, സിഗ്മ P1 ഇൻറ്റു Q1 വേണം, ദെൻ സിഗ്മ P0 ഇൻറ്റു Q1 വേണം. അപ്പോൾ ആ രണ്ട് മുകളിലെയും താഴെയും ഇക്വേഷനിലെ മുകളിലെയും താഴെയും വരുന്ന കാര്യങ്ങളാണ് അവസാനം വേണ്ട രണ്ട് കോളങ്ങൾ. അടുത്ത കോളം എന്താണ്? P1 ഇൻറ്റു Q1. ലാസ്റ്റ് കോളോ P0 ഇൻറ്റു Q1. ആദ്യം നമുക്ക് P1 ഇൻറ്റു Q1 ചെയ്യാം. ഓരോ P1നെയും നേരെയുള്ള Q1 കൊണ്ട് ഗുണിക്കുക. എ എന്ന ഉൽപ്പന്നത്തിൻ്റെ P1 എത്രയാ? 4. Q1 എത്രയാ? 5. 4 ഇൻറ്റു 5 20. ഓക്കെ. ബി എന്ന ഉൽപ്പന്നത്തിൻ്റെ കണ്ടുപിടിക്കാം. P1 എത്രയാ? 6. Q1 എത്രയാ? 10. 6 ഇൻറ്റു 10 60. അങ്ങനെ P1 ഇൻറ്റു Q1 അങ്ങനെ ഓരോന്നും കണ്ടുപിടിക്കുക. ABCD ഉൽപ്പന്നത്തിൻ്റെത് നേരെ കണ്ടുപിടിക്കുക. അതിനുശേഷം P0 Q1 എന്ന കോളം ചെയ്യുക. ഓരോ ഉൽപ്പന്നത്തിന് വരുന്ന P0യെ Q1 കൊണ്ട് ഗുണിക്കുക. എ എന്ന ഉൽപ്പന്നത്തിൽ P0 എത്രയാ? 2. Q1 എത്രയാ? 5. 2 ഇൻറ്റു 5 എത്രയാ? 10. ബി എന്ന ഉൽപ്പന്നത്തിലെ P0 എത്രയാ? 5. Q1 എത്രയാ? 10. 5 ഇൻറ്റു 10 എത്രയാ? 50. അങ്ങനെ ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യുക? 4 ഉൽപ്പന്നങ്ങൾ ABCD കണ്ടുപിടിക്കുക. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്താ? യെസ്, P1 ഇൻറ്റു Q1 എന്ന കോളത്തിൻ്റെ ടോട്ടൽ അല്ലെങ്കിൽ സം കണ്ടുപിടിക്കുക അല്ലേ? ആകെ തുക കണ്ടുപിടിക്കുക. സമ്മിനെ വിളിക്കുന്ന പേര്, ആകെ തുകയെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാ? സ്റ്റാറ്റിയിൽ സിഗ്മ അല്ലേ? സിഗ്മ എം തിരിച്ചിട്ടത് അല്ലേ? സൈഡിലോട്ട് റൊട്ടേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് എന്ത്? സിഗ്മ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ കോളം മുഴുവൻ എന്ത് ചെയ്യുക? കൂട്ടിയിട്ട് എഴുതി വെക്കുക. താഴെ ഇങ്ങനെ ഞാൻ കൊടുത്ത പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ടോട്ടൽ വരയ്ക്കണം. സിഗ്മ P1 Q1 ഈക്വൽ ടു എത്ര കിട്ടും? 185 ആയിരിക്കും കിട്ടുക. അതുപോലെ P0 Q1 എന്ന കോളത്തിൻ്റെ സിഗ്മ കണ്ടുപിടിക്കുക. എന്നിട്ട് താഴെ എഴുതി വയ്ക്കുക. ആ കോളത്തിൻ്റെ താഴെ സിഗ്മ P0 Q1 ഈക്വൽ ടു എത്ര കിട്ടും? 140 140 ആണ് കിട്ടുക. എന്നിട്ട് ഇക്വേഷൻ എഴുതുക. P01 ഈക്വൽ ടു സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q1 ഇൻറ്റു 100. ഞാനിവിടെ സിഗ്മ P1 Q1 എന്ന് പറഞ്ഞാൽ എന്താ? ഞാനവിടെ ഇൻറ്റു കൊടുത്തിട്ടില്ല. ഒരു ചിഹ്നവും കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഗുണനം അല്ലെങ്കിൽ മൾട്ടിപ്ലൈ എന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ. അപ്പോൾ അവസാനം ഇൻറ്റു 100 എന്ന് ചെയ്തു. ശതമാനത്തിലാണ് അല്ലെങ്കിൽ പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുക, നമുക്കറിയുന്ന കാര്യമാണ്. അതിനുശേഷം ഇവിടെ ഓരോ ഇക്വേഷനിലെ ഭാഗത്ത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിഗ്മ P1 Q1 എത്രയാ? 185 ആണ്. സിഗ്മ P0 Q1 എത്രയാ? 140 ദെൻ ഇൻറ്റു 100. 185നെ 140 കൊണ്ട് ഡിവൈഡ് ചെയ്ത ശേഷം 100 കൊണ്ട് ഗുണിക്കുക. എത്ര ഉത്തരം കിട്ടും? P01 ഈക്വൽ ടു 132.14 എന്ന് കിട്ടും. 132.14 എന്നാണ് ഉത്തരം കിട്ടുക. എന്ന് വെച്ചാൽ 100നേക്കാൾ കൂടുതലാണല്ലോ? ആണ്. എന്ന് വെച്ചാൽ ഉൽപ്പന്നത്തിൻ്റെ വിലയിൽ അല്ലെങ്കിൽ പ്രൈസിൽ എന്ത് മാറ്റം ഉണ്ടായി? യെസ്, റൈസ് ചെയ്തു, വർധനവുണ്ടായി അല്ലേ? എത്ര വർധനവുണ്ടായി? 32.14%. ഉൽപ്പന്നങ്ങളുടെ വിലയിൽ 32.14% വർധനവുണ്ടായി. എങ്ങനെ കിട്ടിയത് മനസ്സിലായല്ലോ? 100 അല്ലെങ്കിൽ ശതമാനത്തിലാണ് നമ്മൾ പറയുക. ഇവിടെ 132.14 ഉത്തരം കിട്ടിയത്. എന്ന് വെച്ചാൽ 100ൽ നിന്ന് എത്ര അധികം കിട്ടി? 32.14 അധികം കിട്ടി. എന്ന് വെച്ചാൽ സാധനത്തിന്റെ വില അത്രയും വർദ്ധിച്ചു. ദ പ്രൈസ് ഈസ് സെറ്റ് ടു ഹാവ് റൈസൺ ബൈ 32.14%. ഓക്കെ ആണല്ലോ? കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തൊരു ചോദ്യം നിങ്ങൾക്ക് കാണാം. ഇവിടെ ഈ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ എക്സാമിന് ഇങ്ങനെയും ചോദ്യം വരും എസ്സേ ആയിട്ട്. സാധാരണ നമ്മൾ ഓരോ ഷെഡ്യൂൾ സെപ്പറേറ്റാണ് പഠിച്ചത് അല്ലേ? ഒന്നെങ്കിൽ ലാസ്റ്റ് ഇയറുടെ രീതി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാഷയുടെ രീതി ഉപയോഗിച്ചുകൊണ്ട്. ഇവിടെ ഒരു ടേബിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ ടേബിളിൽ നിന്ന് 2 മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടും ലാസ്റ്റ് ഇയറുടെ മെത്തേഡും അതുപോലെ പാഷയുടെ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക? പ്രൈസ് ഇൻഡെക്സ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ വില സൂചിക കണ്ടുപിടിക്കുക. നമ്മളിപ്പോൾ പഠിച്ച 2 ഇക്വേഷനും കൂടി കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ? കണ്ടുപിടിക്കാൻ. അതാണ് ഇവിടെ കൊടുത്ത ചോദ്യം അല്ലേ? അപ്പോൾ എന്താ വ്യത്യാസം വരിക? ഇവിടെ
കോളം കുറച്ചുകൂടെ കൂടി വരും അല്ലേ, രണ്ടാളതും കണ്ടുപിടിക്കണ്ടേ, രണ്ട് ഇക്വേഷനിലെയും കാര്യങ്ങൾ കണ്ടുപിടിക്കണ്ടേ, കുറച്ചുകൂടെ വലിയ കോളങ്ങളായിരിക്കും വരിക. ക്ലിയർ ആണല്ലോ? അതിൻ്റെ ഒരു ചോദ്യമാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്കത് വർക്ക്ഷീറ്റായിട്ട് തരുന്നതായിരിക്കും. ക്ലിയർ ആണല്ലോ? വർക്ക്ഷീറ്റായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് പോവുക. ഇക്വേഷൻ ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പ്രോബ്ലംസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ത്രൂ ഔട്ടായിട്ട് വർക്കൗട്ട് ചെയ്ത് അത് മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരു കൺഫ്യൂഷനും ഉണ്ടാകാൻ പാടില്ല. ഇവിടെയും ഒരു ചോദ്യം കണ്ടു, നിങ്ങൾക്ക് ലാസ്റ്റ് ഇയറുടെ വില സൂചിക കണ്ടുപിടിക്കാൻ അല്ലേ, കാൽക്കുലേറ്റ് ലാസ്റ്റ് ഇയേഴ്സ് പ്രൈസ് ഇൻഡെക്സ്. ഓക്കെ, എല്ലാം കൃത്യമായിട്ട് നോക്കണം. അവസാനം നിങ്ങൾക്ക് ചോദ്യം കാണാം, താഴെ തന്നിട്ടുള്ള ഡാറ്റയിൽ നിന്ന് സിമ്പിൾ അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് കണ്ടുപിടിക്കുക അല്ലേ. സിമ്പിൾ അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു ഇക്വേഷൻ? യെസ്, P01 ഈക്വൽ ടു സിഗ്മ P1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100. അവിടെ ക്വാണ്ടിറ്റി ഒന്നുമില്ല അല്ലേ, അവിടെ പ്രൈസ് മാത്രമേ എടുക്കുള്ളൂ അല്ലേ. ഈ ഇക്വേഷൻ കൊടുക്കുക, നമ്മൾ നേരത്തെ ആദ്യം ചെയ്ത പോലെ. ഈ ചോദ്യം കണ്ടല്ലോ, ഉൽപ്പന്നങ്ങൾ കൊടുത്തിട്ടുണ്ട്, വില കൊടുത്തിട്ടുണ്ട്, 2 വർഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലേതാണ് P0 ഏതാണ് P1 എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് ഓരോ കോളത്തിൻ്റെയും ടോട്ടൽ കണ്ടുപിടിക്കുക. കണ്ടല്ലോ, P0യുടെ ടോട്ടൽ എന്ത് കണ്ടുപിടിക്കാം? സിഗ്മ P0 അല്ലേ. സിഗ്മ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്നാണ്. സിഗ്മ P0 കണ്ടുപിടിക്കുക. ദെൻ P1 എന്ന കോളത്തിൻ്റെ ടോട്ടൽ, ദാറ്റ് ഈസ് സിഗ്മ കണ്ടുപിടിക്കുക. സിഗ്മ P1 ഈക്വൽ ടു 1158. എന്നിട്ട് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, കിട്ടുന്ന ഉത്തരം എത്രയാ? 127.95 എന്ന് വെച്ചാൽ ഉൽപ്പന്നങ്ങളുടെ വിലയിൽ 27.95% വർധനവുണ്ടായി അല്ലേ. ദ പ്രൈസ് ഈസ് സെറ്റ് ടു ഹാവ് റൈസൺ ബൈ 27.95%. ഓക്കെ, ഇത്രയാണ് അഗ്രഗേറ്റീവ് മെത്തേഡ്. ഇതോടെ അഗ്രഗേറ്റീവ് മെത്തേഡ് കംപ്ലീറ്റ് ചെയ്തു. അഗ്രഗേറ്റീവ് മെത്തേഡിൽ 2 ഉണ്ട്, സിമ്പിൾ അഗ്രഗേറ്റീവ് മെത്തേഡും വെയ്റ്റഡ് അഗ്രഗേറ്റീവ് മെത്തേഡും അല്ലേ. അത് രണ്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിൽ വെയ്റ്റഡ് അഗ്രഗേറ്റീവ് മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ വരുന്ന ലാസ്റ്റ് ഇയേഴ്സ് മെത്തേഡ്, ലാസ്റ്റ് ഇയറുടെ രീതിയും അതുപോലെ പാഷേസ് മെത്തേഡ്, പാഷയുടെ രീതിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്നും നിർബന്ധമായിട്ടും ചോദിക്കും. ചിലപ്പോൾ 2 എണ്ണം ചോദിക്കും, അങ്ങനെയും ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ, ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.